വെൽക്കം. തഹ്മനാണ്. ഇൻഫ്ലമേഷൻ വീഡിയോ സീരീസിൽ ഈ വീഡിയോ ക്രോണിക് ഇൻഫ്ലമേഷനെ കുറിച്ചിട്ടാണ്. സോ ഇവിടെ നമ്മൾ ക്രോണിക് ഇൻഫ്ലമേഷനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. സോ ഡെഫിനിഷൻ നമുക്ക് പറയണം. ദെൻ വാട്ട് ആർ ദ കോസസ്, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നു, കോസസ് ഓഫ് ക്രോണിക് ഇൻഫ്ലമേഷൻ പറയണം. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ക്രോണിക് ഇൻഫ്ലമേഷൻ നമ്മൾ പറയണം. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ക്രോണിക് ഇൻഫ്ലമേഷൻ പറയണം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഗ്രാനുലോമ എങ്ങനെ ഉണ്ടാകുന്നു അതിന്റെ കാര്യങ്ങൾ പറയണം. ദെൻ സിസ്റ്റമിക് എഫക്ട്സ് പറയണം. എഫക്ട്സ് ഓഫ് ക്രോണിക് ഇൻഫ്ലമേഷൻ പറയണം. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജയന്റ് സെൽസിനെ കുറിച്ച് പറയണം. ദെൻ ഓൾസോ അബൌട്ട് ഗ്രാനുലോമയെ കുറിച്ചിട്ടും ആൻഡ് അതുണ്ടാക്കുന്ന ഡിഫറെന്റ് ഓർഗാനിസംസ് എല്ലാം നമുക്കൊന്ന് പറയാം. ഒരു കംപ്ലീറ്റ് ക്രോണിക് ഇൻഫ്ലമേഷനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ ആണ്. സോ ഇതാണ് ലേ ഔട്ട്. സോ ഒന്ന് ഡിഫൈൻ ചെയ്താൽ ഞാൻ റോബിൻസിന്റെ ഡെഫിനിഷൻ എടുക്കുക. ഇൻഫ്ലമേഷൻ എന്നത് ഇഞ്ചുറിയോടുള്ള ഒരു റെസ്പോൺസ് ആണ് എന്ന് നമുക്കറിയാം. സോ ഇറ്റ്സ് എ റെസ്പോൺസ് ആണ്. ആൻഡ് ക്രോണിക് ഇൻഫ്ലമേഷൻ അപ്പോൾ ഒരു റെസ്പോൺസ് ആണ്. സോ ക്രോണിക് ഇൻഫ്ലമേഷൻ ഈസ് എ റെസ്പോൺസ് ഓഫ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ. ആൻഡ് ഇത് അക്യൂട്ട് ഇൻഫ്ലമേഷൻ പോലെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അല്ല, ഒരു ഡിലേഡ് ഓൺസെറ്റ് റെസ്പോൺസ് ആണ്. മാത്രമല്ല ഏറ്റവും പ്രധാനം ഇതൊരു ദീർഘനാൾ ഉള്ള റെസ്പോൺസ് ആണ്, വീക്സ് ഓർ മന്ത്സ് ഉള്ള റെസ്പോൺസ് ആണ്. സോ ക്രോണിക് ഇൻഫ്ലമേഷൻ ഈസ് എ റെസ്പോൺസ് ഓഫ് പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ എന്ന് എഴുതാലോ. പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ ആണ്. ഇൻ വിച്ച് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതിൽ സംഭവിക്കുന്നത് 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. ഇതൊരു ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ ഭാഗമാണ്. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. 2, ദർ ഈസ് ടിഷ്യൂ ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട്. ആൻഡ് ശരീരം ഈ ഇഞ്ചുറിയെ ഓവർകം ചെയ്യാൻ റിപ്പയർ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. സോ അസോസിയേറ്റഡ് വിത്ത് ഹീലിംഗ് ആൻഡ് റിപ്പയർ. സോ അപ്പൊ ഡെഫിനിഷൻ ഇതാണ്. ക്രോണിക് ഇൻഫ്ലമേഷൻ ഈസ് എ റെസ്പോൺസ് ഓഫ് പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ ഇൻ വിച്ച് ഇൻഫ്ലമേഷൻ, ദെൻ ടിഷ്യൂ ഇഞ്ചുറി ഉണ്ട്, ആൻഡ് attempt for what? Attempt for റിപ്പയർ ചെയ്യാനായിട്ടുള്ള. ആൻഡ് അവിടെ ഫൈബ്രോസിസ് ആവുന്നുണ്ട്. റിപ്പയർ ആൻഡ് ഫൈബ്രോസിസ് കോഎക്സിസ്റ്റ്, ഒരുമിച്ച് ഒരേ സമയമുണ്ട്. ഇൻ വേരിയിങ്, പല ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ, കോമ്പിനേഷൻ. സോ ഇതാണ് റോബിൻസിന്റെ ഡെഫിനിഷൻ. സോ ക്രോണിക് ഇൻഫ്ലമേഷൻ ഇസ് എ റെസ്പോൺസ് ഓഫ് പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ ഇൻ വിച്ച് ഇൻഫ്ലമേഷൻ ഇസ് ടിഷ്യൂ ഇഞ്ചുറി ആൻഡ് attempt for റിപ്പയർ ആൻഡ് ഫൈബ്രോസിസ് കോഎക്സിസ്റ്റ് ഇൻ വേരിയിങ് കോമ്പിനേഷൻ. ഇനി കോസസ് പറഞ്ഞു കഴിഞ്ഞാൽ, കോസസ് ഓഫ് ക്രോണിക് ഇൻഫ്ലമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഒരു അക്യൂട്ട് ഇൻഫ്ലമേഷൻ വരുന്നു, അതുണ്ടായി അത് ഹീലാവാതെ തുടർന്നു കഴിഞ്ഞാൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ആകാം. സോ ക്രോണിക് ഇൻഫ്ലമേഷൻ ഫോളോയിങ് ആൻ അക്യൂട്ട് ഇൻഫ്ലമേഷൻ. അക്യൂട്ട് ഇൻഫ്ലമേഷൻ കഴിഞ്ഞിട്ട് അത് വീണ്ടും തുടർന്നു പോവുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബിക്കം ക്രോണിക് ആകാം. അല്ലെങ്കിൽ റിക്കറന്റ്, തുടർച്ചയായിട്ട് ഇങ്ങനെ അക്യൂട്ട് അറ്റാക്ക് വന്നുകൊണ്ടേയിരിക്കും, റിക്കറന്റ് അക്യൂട്ട് അറ്റാക്സ്, അത് ക്രോണിക് ആകാം. മൂന്നാമത്തത് പെർസിസ്റ്റന്റ് ഇൻഫെക്ഷൻസ് ആണ്. ഒരു ഇൻഫെക്ഷൻ വരുന്നു, അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ ആയിട്ട്. സോ ദിസ് ക്യാൻ ബി ഡീനോവോ. ഇത് ഡീനോവോ ആണ്. കാരണം തുടങ്ങിയത് തന്നെ ചെറിയ ഇൻഫ്ലമേഷൻ ആയിട്ടാണ്, പിന്നീട് അത് തുടർന്നങ്ങ് പോവുകയാണ്. സോ ഇവിടെ മൈക്രോബ്സ് ആർ റെസിസ്റ്റന്റ് ടു എലിമിനേഷൻ. മൈക്രോബ്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എലിമിനേഷൻ ഈസ് നോട്ട് പോസിബിൾ. ദെൻ 4, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് മൂലം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് മൂലം വരാം. ഉദാഹരണത്തിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എക്സെട്ര. ദെൻ അലർജിക് ഡിസീസസ്, ആസ്തമ നമുക്ക് എഴുതാം, അലർജിക് ഡിസീസ് ആണ് ആസ്മ. ദെൻ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ്. ദെൻ 5ാമത്തത് പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ടോക്സിക് ഏജന്റ്. എന്തെങ്കിലും ടോക്സിക് ഏജന്റുമായിട്ട് നമ്മൾ പ്രൊലോങ്ഡ് എക്സ്പോഷർ ഉണ്ടായാൽ, ഇപ്പോൾ എക്സോജീനസ് സബ്സ്റ്റൻസസ് ലൈക്ക് സിലിക്ക നമ്മുടെ ശരീരത്തിനകത്ത് എവിടെയെങ്കിലും കയറിയിരുന്നു വിചാരിക്കുക, സ്കിന്നിനകത്ത് ആക്സിഡന്റൽ ആയിട്ട് സിലിക്കയോ മറ്റു ചെറിയ തടി കഷ്ണോ എന്തെങ്കിലുമൊക്കെ കയറിയിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോ ദിസ് ഈസ് എക്സോജീനസ് ആണ്. എക്സോജീനസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി എൻഡോജീനസ് ഓൾസോ. എൻഡോജീനസ് ആയിട്ട് നമ്മൾ പറയുന്നത് കൊളസ്ട്രോൾ ആണ് അല്ലെ. കൊളസ്ട്രോൾ എവിടെയെങ്കിലും അത്തീറോസ്ക്ലീറോട്ടിക് ഒക്കെ ആവുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ മൂലമാണ്. ദെൻ മെറ്റബോളിക് പ്രശ്നങ്ങൾ മൂലം വരാം, മെറ്റബോളിക് പ്രോബ്ലംസ്. ഉദാഹരണത്തിന് ഡയബറ്റീസ് മെല്ലിറ്റസ് നമ്മൾ പറയുന്നത് എന്താണ്? ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസ് ആണ്. ബ്ലഡ് വെസൽസിന്റെ ഒരു ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആയിട്ടും നമുക്ക് ഡയബറ്റീസ് പറയാം. സോ എന്തായാലും വെരി സ്ലോ ആയിരിക്കും സ്ലോ സ്റ്റാർട്ട് ആണ് ആൻഡ് പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ ആണ് ദിസ് ക്രോണിക് ഇൻഫ്ലമേഷൻ. ഇനി മോർഫോളജിക്കൽ ഓർ ജനറൽ ഫീച്ചേഴ്സ്. സോ ജനറൽ ഫീച്ചേഴ്സ് ഓർ നമുക്ക് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. 3 പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, ഫസ്റ്റ് തിങ് ഈസ് മോണോന്യൂക്ലിയർ സെൽ ഇൻഫിൽട്രേഷൻ. ആ ഭാഗത്തേക്ക് മോണോന്യൂക്ലിയർ സെൽസ് ഇൻഫിൽട്രേഷൻ എന്ന് വെച്ചാൽ ഏതെല്ലാമാണ്? മോണോസൈറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് അവയെ മാക്രോഫേജസ് എന്ന് വിളിക്കാം. മോണോസൈറ്റ്സ് ഓർ മാക്രോഫേജസ്. ദെൻ ലിംഫോസൈറ്റ്സും അവിടെ ധാരാളമായിട്ട് എത്തിച്ചേരും. സോ
ക്രോണിക് ഇൻഫ്ലമേഷനിൽ വിച്ച് ആർ ദ നമ്പർ 1 സെൽസ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ദീസ് ആർ മാക്രോഫേജസ് ആണ്. പിന്നീടാണ് ലിംഫോസൈറ്റ്സ് വരും. ദെൻ IgE മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒക്കെ ആണെങ്കിൽ അവിടെ ഇസിനോഫിൽ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ ഇയോസിനോഫിൽ കൂടി അവിടെ ധാരാളമായിട്ട് വരാം. ദെൻ ലിംഫോസൈറ്റ്സിന്റെ തന്നെ ബി ലിംഫോസൈറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടാകും. So ഇതാണ് ആദ്യത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ആണ്. ടിഷ്യൂ ഡിസ്ട്രക്ഷൻ നടക്കുന്നു. മോണോസൈറ്റ്സ് ആണ് അവിടെ എത്തിയിരിക്കുന്നത്, ലിംഫോസൈറ്റ്സും ഉണ്ട്. സോ അവിടെ എത്തിയ മോണോസൈറ്റ്സും ലിംഫോസൈറ്റ്സും മൂലം ആക്ടിവേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ആക്ടിവേറ്റഡ് ആയിട്ട് ഇവിടുന്ന് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പുറത്തുവിടുന്നുണ്ട്. ദെൻ ലൈസോസോമൽ എൻസൈംസ് പുറത്തുവിടുന്നുണ്ട്. പ്രോട്ടീസസ് അങ്ങനെയൊക്കെയുള്ള വഴി ആ ഭാഗം നശിക്കുന്നതാണ് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ. മൂന്നാമത്തേത് അവിടെ പ്രോലിഫറേറ്റീവ് ചേഞ്ചസ് നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നെക്രോസിസ് ഉണ്ടായ ഭാഗത്തിന് ചുറ്റും പുതിയ ബ്ലഡ് വെസൽസ് പുതിയതായിട്ട് വരുന്നുണ്ട്, പ്രോലിഫറേറ്റ് ചെയ്യുന്നുണ്ട്. ഫൈബ്രോബ്ലാസ്റ്റുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. കൊളാജൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇതാണ് അവിടുത്തെ തേർഡ് ഫേസ്. സോ ഇതെല്ലാം ചേർന്നാൽ ക്രോണിക് ഇൻഫ്ലമേഷന് ഒരു ഗ്രാനുലോമ ലൈക്ക് അപ്പിയറൻസ്, ഗ്രാനുലോമാറ്റസ് എന്ന് വിളിക്കാം, ഗ്രാനുലോമ പോലെ ആകുന്നുണ്ട്. ദെൻ ഫൈനലി അവിടെ ഹീലിംഗ് നടക്കും. ഫൈബ്രോബ്ലാസ്റ്റ് കൊളാജൻ വിൽ ബി കംപ്രസ്ഡ്. അവസാനം ഹീലിംഗ് നടക്കും. ഇനി ഞാൻ പറയുന്നത് മാക്രോഫേജസിന്റെ ആക്ടിവേഷനെ പറ്റിയാണ്. മാക്രോഫേജ് ആക്ടിവേഷൻ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പ്രത്യേകം, ഇത് പരീക്ഷയ്ക്ക് എഴുതാനുള്ളതല്ല, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇതെല്ലാം ഇമ്മ്യൂൺ റിയാക്ഷൻസ് ആണ്. ക്രോണിക് ഇൻഫ്ലമേഷൻ, ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് പോലെയും നടക്കുന്നുണ്ട്. സോ വരുന്ന ആന്റിജൻ, ഈ ആന്റിജൻ ഓർ സബ്സ്റ്റൻസ്, വരുന്ന സബ്സ്റ്റൻസ് ഇത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലാകാം അല്ലെ. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലാണെങ്കിൽ ഇവിടെ നടക്കുന്നത് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അപ്പൊ ആക്ടിവേറ്റഡ് ആവുന്നത് T helper 2 ലിംഫോസൈറ്റ്സ് വഴിയായിരിക്കും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക. ഇനി വരുന്ന പാത്തോജൻ സെല്ലിന്റെ ഉള്ളിൽ കടക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് സെല്ലാണെങ്കിൽ സെല്ലിന്റെ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കുക. സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് നടക്കുന്നത്. അപ്പോൾ T helper 1 സെൽസ് വഴിയായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഇനി സെല്ലിനകത്ത് കടന്ന പാത്തോജൻ ഇത് സെല്ലിനകമാണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ലൈസോസോമിനകത്താണ്, മൂത്തം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല, എൻഗൾഫ് ചെയ്തു. പക്ഷെ ലൈസോസോമിന്റെ അകത്താണെങ്കിൽ T helper not വഴിയുള്ള സംഭവങ്ങളായിരിക്കും നടക്കുക. സോ ഉണ്ടാകുന്ന മീഡിയേറ്റേഴ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. മീഡിയേറ്റേഴ്സ് സോ ഇതെല്ലാം ചേർന്ന് പറയുമ്പോഴാണ് പല ബുക്കിൽ പല രീതിയിലൊക്കെ ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. സോ ഇത്രയും ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി മാത്രമാണ്. സോ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന റോബിൻസിന്റെ പാത്വമാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് വരുന്ന ഏജന്റ്സിനെ അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, പക്ഷെ പൂർലി ഡൈജസ്റ്റഡ് ആണ്. അപ്പോഴാണ് ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദിസ് വൺ മെയിൻ. സോ വന്ന ആന്റിജൻ, ഇത് ആന്റിജൻ ആണെങ്കിൽ ഈ ആന്റിജനെ ടിഷ്യൂ മാക്രോഫേജസ് എൻഗൾഫ് ചെയ്തു എന്ന് കരുതുക. ഇതാണ് ടിഷ്യൂ മാക്രോഫേജസ് എന്ന്, ഇതിനെ എൻഗൾഫ് ചെയ്തു എന്ന് കരുതുക. ഇതാണ് സംഭവം. സോ എന്താണ് ഈ മാക്രോഫേജസ്? മാക്രോഫേജസ് ആർ നത്തിങ് ബട്ട് മോണോസൈറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു. മോണോസൈറ്റ്സ് ഇൻ ദ ബ്ലഡ് ആണ് മാക്രോഫേജസ് അല്ലെ. സോ ബ്ലഡിൽ നിന്ന് മോണോസൈറ്റ്സ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേര് മാക്രോഫേജസ് എന്നാണ്. ബ്രെയിനിലാണെങ്കിലോ, ബ്രെയിനിൽ അതിന്റെ പേര് മൈക്രോഗ്ലിയൽ സെൽസ് എന്നാണ്. മൈക്രോഗ്ലിയൽ സെൽസ്. സ്കിന്നിൽ അതിന്റെ പേര് ലാംഗർഹാൻ സെൽസ് എന്നാണ്. ലാംഗർഹാൻ. ലിവറിൽ കപ്പർ സെൽസ് ആണ്. സ്പ്ലീനിൽ അതിന്റെ പേര് ലിറ്ററൽ സെൽസ് ആണ്. ദെൻ ലങ്സിൽ ആൽവിയോളാർ മാക്രോഫേജസ് ആണ്, അല്ലെങ്കിൽ അതിനെ ഡസ്റ്റ് സെൽ എന്നും വിളിക്കും. പ്ലാസന്റയിൽ ഇതിന്റെ പേര് ഹോഫ് ബോർ സെൽസ് എന്നാണ്. ബോണിൽ ഓസ്റ്റിയോക്ലാസ്റ്റ് ആണ്. ദെൻ കിഡ്നിയിൽ മീസാൻജിയൽ സെൽസ് എന്നാണ് ഇവയുടെ പേര്. കണക്റ്റീവ് ടിഷ്യൂ ആണെങ്കിൽ അതിനെ ഹിസ്റ്റിയോസൈറ്റ്സ് എന്ന് വിളിക്കും. സൈനോവിയത്തിൽ അതിന്റെ പേര് ടൈപ്പ് A സൈനോവിയൽ സെൽസ് എന്നാണ്. സോ ഇതെല്ലാം മാക്രോഫേജസ് ആണ്. സോ ഈ മാക്രോഫേജസ് ആണ് ഇതിനെ എൻഗൾഫ് ചെയ്യുക. സോ ഈ മാക്രോഫേജസിനെ കൊണ്ട് മാത്രം കാര്യം നടക്കുന്നില്ല. എൻഗൾഫ് ചെയ്തു, പക്ഷെ ലൈസ് ചെയ്തിട്ടും ആളതിനകത്തുണ്ട്. അപ്പൊ കൂടുതൽ മാക്രോഫേജസിനെ ബ്ലഡിൽ നിന്നും, അപ്പൊ ഇനി ബ്ലഡിൽ നിന്ന് നമുക്ക് കൂടുതൽ മാക്രോഫേജസിനെ വരും. അത് ബ്ലഡിൽ മോണോസൈറ്റ് ആയിരിക്കും, അതിനെ മാക്രോഫേജ് ആക്കി ഇവിടത്തേക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കണം, കൂടുതലായിട്ട് ആൾക്കാരെ എത്തിക്കണം. സോ അപ്പൊ അതിന് CD4 ഓർ CD8 തരം ലിംഫോസൈറ്റ്സിന്റെ ഹെൽപ്പ് വേണ്ടി. സോ അപ്പൊ അവിടത്തേക്കും മിക്കവാറും നമ്മളിവിടെ പറയുന്ന CD4 ലിംഫോസൈറ്റ്സിന് ഹെൽപ്പ് വേണം. സോ മോണോസൈറ്റ്സ് ലിംഫോസൈറ്റിന്റെ ഹെൽപ്പ് നേടി പുതിയ മോണോസൈറ്റ്സിനെ രംഗത്തിറക്കുകയാണ്. ഇതാണ് T ലിംഫോസൈറ്റ് ഹെൽപ്പ് എന്ന് പറയും. അപ്പൊ ഇവിടെ ദീസ് മാക്രോഫേജസ് ആർ ആക്ടിംഗ് ലൈക്ക് APC സെൽസ്, ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യാതെ. സോ ഇൻഫ്ലമേഷന്റെ ഭാഗത്ത് എത്തുന്നത് 2 തരം മാക്രോഫേജസ് ആണ്. 2 തരം മാക്രോഫേജസ് എത്തുന്നുണ്ട്. 2 തരം പാത്വേയിലൂടെയാണ് എത്തുന്നത്. ആദ്യത്തെ പാത്വേ ക്ലാസിക്കൽ പാത്വേ ആണ്. ക്ലാസിക്കൽ പാത്വേയിലൂടെ എത്തുന്നത് M1 തരം മാക്രോഫേജസ് ആണ്. സോ ഇവിടെ CD4 T ലിംഫോസൈറ്റ്സ്, CD4 plus T ലിംഫോസൈറ്റ്സ് വഴി ഹെൽപ്പർ T സെൽസ് വഴി ഇന്റർഫെറോൺ ഗാമ റിലീസ് ആവും. ആൻഡ് ദിസ് ഇന്റർഫെറോൺ ഗാമ വിൽ ഡയറക്ട് മോർ ആൻഡ് മോർ മോണോസൈറ്റ്സ് ഫ്രം ദ ബ്ലഡ് ആസ് മാക്രോഫേജ്.
ബ്ലഡിൽ നിന്ന് മോണോസൈറ്റ്സിനെ മാക്രോഫേജസ് ആക്കി ധാരാളമായിട്ട് ഇൻഫ്ലമേഷൻ ഉള്ള ഭാഗത്തേക്ക് എത്തിക്കുന്നു. ആൻഡ് ദീസ് മാക്രോഫേജസ് വിൽ റിലീസ് ലോട്ട് ഓഫ് സൈറ്റോക്സ്, റിയാക്റ്റീവ് ഓക്സിൻ സ്പീഷീസ്, പ്രോട്ടീൻസ് എക്സെട്ര. സോ സൈറ്റോകൈൻസ് ആർ ഇന്റർലൂക്കിൻ 1 റിലീസ് ചെയ്യുന്നുണ്ട്, ഇന്റർലൂക്കിൻ 6 റിലീസ് ചെയ്യുന്നുണ്ട്, ഇന്റർലൂക്കിൻ 12 പോലുള്ളവ റിലീസ് ചെയ്യുന്നുണ്ട്. സോ M1 സെൽസ് ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. പ്ലസ് ദേ ആർ റിലീസിംഗ് റിയാക്റ്റീവ് ഓക്സിൻ സ്പീഷീസ് റിലീസ് ചെയ്യുന്നുണ്ട്, ലൈസോസോമൽ എൻസൈംസ് റിലീസ് ചെയ്യുന്നുണ്ട്, പ്രോട്ടിയേസസ് പോലെയുള്ള എൻസൈംസ് റിലീസ് ചെയ്യും. സോ അപ്പോൾ ദിസ് M1 വിൽ കോസ് ഇൻഫ്ലമേറ്ററി സൈറ്റിൽ ഇൻഫ്ലമേറ്ററി അറ്റാക്ക് ആണ് നടന്നത്. സോ ഫാഗോസൈറ്റോസിസ് നടന്നു ആൻഡ് ദിസ് ക്യാൻ കോസ് കില്ലിംഗ്. സോ ഇതാണ് ഒരു രീതി. സോ M1 സെൽസ് എന്താ ചെയ്യുന്നത്? M1 സെൽസ് ആർ മൈക്രോബീസിഡ്, മൈക്രോബ്സ് ആണെങ്കിൽ അതിനെ കൊല്ലുന്നുണ്ട്. സോ ദീസ് ആർ പ്രോ ഇൻഫ്ലമേറ്ററി, ഇൻഫ്ലമേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട് ആൻഡ് കോസ് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ, അവിടെ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഇന്റർലൂക്കിൻ 2ന്റെ റോൾ എന്താന്ന് വെച്ചാൽ ഇന്റർലൂക്കിൻ 2 റിലീസ് ചെയ്യുന്നത് CD4 തന്നെയാണ്. ഇവയെ തന്നെ ആക്ടിവേറ്റഡ് ആയിട്ട് കൂടുതൽ CD4 അല്ലെങ്കിൽ T ഹെൽപ്പർ സെൽസ് ഉണ്ടാക്കുന്ന പണിയാണ് അത് ചെയ്യുക. സോ ഇവിടെ ആക്ടിവേറ്റഡ് T സെൽസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന T സെൽ CD4, T സെൽസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഇന്റർലൂക്കിൻ 4 and 13, ഇന്റർലൂക്കിൻ 4ഉം 13ഉം വഴി ഉണ്ടാവുന്ന പാത്വേ ആണ് ഓൾട്ടർനേറ്റ് പാത്വേ എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് പാത്വേയിൽ ഇവിടെ ആക്ടിവേറ്റഡ് ആവുന്ന മാക്രോഫേജസിന്റെ പേര് M2 ടൈപ്പ് ഓഫ് മാക്രോഫേജസ് ആണ്. ആൻഡ് ദിസ് മാക്രോഫേജസ് റിലീസ് ചെയ്യുന്നത് ഇന്റർലൂക്കിൻ 10 റിലീസ് ചെയ്യുന്നുണ്ട്, TGF ബീറ്റ റിലീസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതർ ഗ്രോത്ത് ഫാക്ടേഴ്സും ആണ് റിലീസ് ചെയ്യുന്നത്. സോ അപ്പൊ M2ന്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ ദീസ് ആർ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ഇൻഫ്ലമേഷന് എതിരാണ്. അവിടെ ഫൈബ്രോസിസ് ഉണ്ടാകുന്നുണ്ട്, നശിക്കുന്ന ടിഷ്യൂസിന്റെ ഭാഗത്ത് കൂടുതലായിട്ട് ഫൈബ്രോബ്ലാസ്റ്റ് എത്താനായിട്ട് സഹായിക്കുന്നു, അത് വികസിക്കാൻ സഹായിക്കുന്നു. സോ മാക്രോഫേജസ് ക്ലാസിക്കൽ പാത്വേ വഴി M1 സെൽസ് വഴി ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ആൻഡ് കില്ലിംഗ് ആൻഡ് പ്രോ ഇൻഫ്ലമേഷൻ ആണ് നടന്നതെങ്കിൽ M2 വഴി ആ ഭാഗം ശരിയാക്കാനും റിപ്പയർ ചെയ്യാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുമാണ് പ്രവർത്തിക്കുക. സോ ആദ്യം നടക്കുന്നത് ഈ കാര്യങ്ങളായിരിക്കാം, ശേഷം രണ്ടാമതായിരിക്കാം ഈ കാര്യങ്ങൾ നടക്കുക. ഇനി ടൈപ്സ് ഓഫ് ക്രോണിക് ഇൻഫ്ലമേഷൻ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ക്രോണിക് നോൺ സ്പെസിഫിക് ആണ്. നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോറിൻ ബോഡി ഇൻഫ്ലമേഷൻ എന്ന് നമുക്ക് ഇതിനെ വിളിക്കും. ബിക്കോസ് നോ ഇമ്മ്യൂൺ റെസ്പോൺസ്, അവിടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇല്ല, ഇവിടെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ്. ആൻഡ് ദിസ് കോസസ് ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടാവുന്നുണ്ട് അവിടെ, എക്സാമ്പിൾ ഫോറിൻ ബോഡി മൂലമുള്ളത്. രണ്ടാമത്തത് ഇൻഫെക്ഷ്യസ് ഏജൻസിനെ വെച്ചിട്ടുണ്ടാവുന്ന ക്രോണിക് ഗ്രാനുലോമാറ്റസ്, ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ ആണ്. സോ ഇവിടെ ഇൻഫെക്റ്റ് ഏജൻസിനെ മാറ്റാൻ, നശിപ്പിക്കാൻ പറ്റുന്നില്ല, അൺഎബിൾ ടു ഇറാഡിക്കേറ്റ് ഓർ എലിമിനേറ്റ് ദ ഇൻഫെക്റ്റീവ് ഏജന്റ്. സോ ഇതുമൂലം ഗ്രാനുലോമ അവിടെ ഉണ്ടാവും, ഗ്രാനുലോമ ഉണ്ടാവും. സോ ഇമ്മ്യൂൺ ഗ്രാനുലോമ ഉണ്ടാകുന്നത് ഇപ്പോൾ T ഹെൽപ്പർ 1 സെൽസ് വഴിയാണെങ്കിൽ ഇന്റർഫെറോൺ ഗാമയൊക്കെ വഴി കൂടുതലായിട്ട് ആക്ടിവേറ്റഡ് മാക്രോഫേജസ് വരുന്നു. ദെൻ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് വഴി ഉണ്ടാകാം, അതുണ്ടാകുന്ന ഷിസ്റ്റോസോമിയാസിലാണ്. അവിടെ അപ്പോൾ T ഹെൽപ്പർ 2 സെൽസ് വഴിയായിരിക്കും ഗ്രാനുലോമ ഉണ്ടാകും. സോ ഗ്രാനുലോമാറ്റസ് ഓർ ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഇൻഫെക്ഷൻ, ഇവിടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഹിസ്റ്റോളജിക്കൽ റെസ്പോൺസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക് ഹിസ്റ്റോളജിക്കൽ റെസ്പോൺസ് ഉണ്ട്. സോ ഇതിനെയാണ് നമ്മൾ ഗ്രാനുലോമ എന്ന് പറയുന്നത്. സോ ഒരു ഗ്രാനുലോമ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് ദിസ് ഈസ് ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ TB അങ്ങനെയുള്ളതാണ്, ലെപ്രസി അങ്ങനെയുള്ളതാണ്, സിഫിലിസ് അങ്ങനെയുള്ളതാണ്. അപ്പൊ നമ്മൾ ഗ്രാനുലോമയെ കുറിച്ചിട്ടാണ് പറയാം. ഗ്രാനുലോമ എന്ന് പറയുമ്പോൾ അതിന്റെ നടുവിലൊരു ഭാഗമുണ്ട്, ബാക്കി ചുറ്റും നമ്മൾ വരച്ചിട്ടില്ല. ഈ ഭാഗം നെക്രോട്ടിക് ആയിരിക്കാം, നെക്രോട്ടിക് ഭാഗങ്ങളാണ്. സോ ഇവിടെ ഇപ്പൊ മിക്കവാറും സെൻട്രൽ നടുവിലാണ് ഈ ഭാഗം, സെൻട്രൽ കേസിയേറ്റിംഗ് ടൈപ്പ് ഓഫ് നെക്രോസിസ്, കേസിയേറ്റിംഗ് ടൈപ്പ് ഓഫ് നെക്രോസിസ്. സോ നെക്രോസിസ് പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ സെൻട്രൽ കേസിയേറ്റിംഗ് ടൈപ്പ് ആണെങ്കിൽ അങ്ങനെയുള്ളതിനെ നമുക്ക് സോഫ്റ്റ് ഗ്രാനുലോമ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ് ട്യൂബർക്കിൾ എന്നും നമ്മൾ വിളിക്കാം. സോ ലെപ്രസി, TB, ഹിസ്റ്റോപ്ലാസ്മോസിസ്, സിഫിലിസ്, കോക്സിഡിയോ ഐഡോമൈക്കോസിസ് എല്ലായിടത്തും കേസിയേറ്റിംഗ് ടൈപ്പ് ഓഫ് നെക്രോസ്. സോ ദിസ് സെൻട്രൽ ഭാഗം ചുറ്റും ഞാൻ വരച്ചിട്ടില്ല എന്ന് പറയുന്നു, നടുവിൽ ഭാഗത്തെ കുറിച്ചിട്ടാണ് പറയാ, എല്ലാം കേസിയേറ്റിംഗ് നൈക്രോസ് ആണ്. ചിലപ്പോൾ TBയിൽ നോൺ കേസിയേറ്റിംഗും ഉണ്ടാകാം, നോൺ കേസിയേറ്റിംഗ് ഉണ്ടാകാം. ഇനി സാർക്കോയിഡോസിസിലും നോൺ കേസിയേറ്റിംഗ് ആണ്. സോ സാർക്കോയിഡോസിസിലും നോൺ കേസിയേറ്റിംഗ് ആണ്. ദെൻ ക്രോൺസ് ഡിസീസിലും നോൺ കേസ്. ദെൻ ഇഫ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഫോറിൻ ബോഡിയിലാണെങ്കിൽ ഇവിടെ നെക്രോസിസേ ഇല്ല എന്ന് നമുക്ക് പറയാം. സോ നോൺ നെക്രോട്ടിക് ആണ്, നടുവിൽ നെക്രോസിസ് ഭാഗം ഇല്ലാത്തതാണ്. സോ അപ്പൊ ഇനി ചുറ്റുമുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. ഗ്രാനുലോമ എന്ന് പറയുമ്പോൾ ഇതിന് ചുറ്റും there are collection of modified macrophages ഉണ്ട്. സോ there are some epithelioid cells, ഞാൻ ഇച്ചിരി വലുതായിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്, epithelioid cells ഉണ്ട് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇതിന് ചുറ്റും giant cells ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോ there are some giant cell ചുറ്റുമുണ്ട്. ആൻഡ് ഇതിന് ചുറ്റും there are ഒരു കോളറായിട്ട് ചുറ്റും ഉള്ളതാണ് ഇങ്ങനെ നമുക്ക് കാണാവുന്നത്, റിം ഓഫ് കോളർ ഓഫ് ലിംഫോസൈറ്റ്സ് കൂടിയുണ്ട്. സോ അപ്പൊ
ഗ്രാനുലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിൽ നശിച്ചു കിടക്കുന്ന ഒരു നെക്രോട്ടിക് ഭാഗം. സോ നെക്രോസിസ് ഉള്ള ഭാഗം ഉണ്ടാകാം, ചിലപ്പോൾ നെക്രോസിസ് ഇല്ലാത്ത ഭാഗം ഉണ്ടാകാം, എന്തായാലും നടുവിലൊരു ഭാഗം. ആൻഡ് ഇതിന് ചുറ്റും മോഡിഫൈഡ് ആയിട്ടുള്ള മാക്രോഫേജസ്, ആൻഡ് ദിസ് മോഡിഫൈഡ് ഫസ്റ്റ് മാക്രോഫേജസ് ഈസ് കോൾഡ് ആസ് എപ്പിത്തീലിയോയിഡ്. എപ്പിത്തീലിയോയിഡ് സെൽസ് എന്നാണ് നമുക്കറിയാം. നോർമൽ മാക്രോഫേജസിന്റെ ഷേപ്പ്, ന്യൂക്ലിയസിന്റെ ഷേപ്പ് എന്താ? കിഡ്നി ഷേപ്പ് ആണ്, റെനിഫോം എന്നാണ്. ഇവിടെ ഇതിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ഒരു സ്ലിപ്പർ പോലെ, ചെരുപ്പ് പോലെയാണ് കിടക്കുക. ആൻഡ് കളർ ഈസ് പിങ്ക്. ഔട്ട്ലൈൻ ഇത്രയും ക്ലിയർ ഒന്നും ആയിരിക്കണമെന്നും ഇല്ല. സോ അങ്ങനെയുള്ള സെൽസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എപ്പിത്തീലിയോയിഡ് സെൽസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അങ്ങനെയുള്ള സെൽസ്. ആൻഡ് ദീസ് എപ്പിത്തീലിയോയിഡ് സെൽസ് ആർ നോൺ ഫാഗോസൈറ്റിക് ആണ്, ആൻഡ് ദീസ് ആർ സെക്രീറ്ററി ടൈപ്പ് ഓഫ് സെൽസ് ആണ്. സെക്രീറ്ററി ടൈപ്പ് ഓഫ് സെൽസ് ആണ്, ഫാഗോസൈറ്റിക് സെൽസ് അല്ല. സോ ഇത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ എപ്പിത്തീലിയോയിഡ് ഹിസ്റ്റിയോസൈറ്റ്സ് എന്നാണ് വിളിക്കുക. എപ്പിത്തീലിയോയിഡ് ഹിസ്റ്റിയോസൈറ്റ്സ് എന്നാണ് കൃത്യമായിട്ട് വിളിക്കുക. അപ്പൊ ഇതിന് ചുറ്റുമുള്ള ജാൻ സെൽസ് എന്താണ്? ജാൻ സെൽസ് എന്ന് പറഞ്ഞാൽ ഈ എപ്പിത്തീലിയോയിഡ് സെൽസുകൾ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന സെല്ലുകളാണ് ജാൻ സെൽസ്. സോ അപ്പോൾ ഒരുപാട് എപ്പിത്തീലിയോയിഡ് സെൽസ് ചേർന്നുകൊണ്ട് സോ ഇതിനകത്ത് ധാരാളം ന്യൂക്ലിയസ് നമുക്ക് കാണാം. സോ ഇപ്പോൾ ഇതൊരു ജാൻ സെൽസ് ആണെങ്കിൽ പല എപ്പിത്തീലിയോയിഡ് സെൽസിന്റെ ന്യൂക്ലിയസ് ഇവിടെ വലിയ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. ന്യൂക്ലിയസുകൾ ചേർന്നിട്ടുള്ളതാണ് ജാൻ സെൽസ്. പല എപ്പിത്തീലിയോയിഡ് സെൽസ് ചേർന്ന് ഒറ്റ ഒരു വലിയ സെൽസ് ആകുന്നതാണ് ജാൻ സെൽസ്. ആൻഡ് ഇതിന് ചുറ്റും നമ്മൾ പറഞ്ഞു റിം അല്ലെങ്കിൽ കോളർ ഓഫ് ലിംഫോസൈറ്റ്സ് കൂടി ഉണ്ടാകും. സോ ഇതാണ് ഗ്രാനുലോമ. ആൻഡ് ഇതിന് ചുറ്റും പുതിയ ബ്ലഡ് വെസൽസ്, ഇങ്ങനെ നിയോ വാസ്കുലറൈസേഷൻ ഉണ്ടായിരിക്കും. ഫൈബ്രോബ്ലാസ്റ്റ് സെൽസുകൾ ഇതിന് ചുറ്റും ഇങ്ങനെ വരും, ഫൈബ്രോബ്ലാസ്റ്റുകൾ. സോ ഇതാണ് ഈ ഗ്രാനുലോമ എന്ന് പറയുന്നത്. സോ ഗ്രാനുലോമ കണ്ടെയ്ൻസ് എ സെൻട്രൽ കോർ ഓഫ് നെക്രോസിസ്. ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, എങ്കിലും സെൻട്രൽ കോർ ഓഫ് നെക്രോസിസ്. ചുറ്റും മോഡിഫൈഡ് മാക്രോഫേജസ് കോൾഡ് ആസ് എപ്പിത്തീലിയോയിഡ് സെൽസ്. ആൻഡ് ഇതിന് ചുറ്റും ജാൻ സെൽസ് ആൻഡ് വിത്ത് എ കോളർ ഓഫ് ലിംഫോസൈറ്റ്സ്. സോ ഇതെല്ലാം ചേരുമ്പോഴാണ് നമുക്ക് ഗ്രാനുലോമ എന്ന് പറയുന്നത്. സോ ഇതിന് ചുറ്റും ഹീലിംഗ് ബൈ ഫൈബ്രോബ്ലാസ്റ്റ്. ഈ ഫൈബ്രോബ്ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ഏരിയ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കും. സോ അപ്പോൾ ഈ ഗ്രാനുലോമയുടെ പാത്തോജനിസിസ്, അതിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റോൾ ഓഫ് സൈറ്റോകൈൻസ് എല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ആന്റിജനെ ഫുള്ളി ഡീഗ്രേഡ് ചെയ്യാൻ, നശിപ്പിക്കാനായിട്ട് മാക്രോഫേജസിന് പറ്റുന്നില്ല. സോ അപ്പോൾ CD40 ലിംഫോസൈറ്റ്സിന്റെ സഹായം വേണ്ടി വരും. അത് വഴി ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള M1 ടൈപ്പ് ഓഫ് മാക്രോഫേജസ് ഇവിടെ വരും. അതിന്റെ പുറകെ M2 ടൈപ്പ് ഓഫ് മാക്രോഫേജസ് വരും. ആൻഡ് ഇവയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഇന്റർലൂക്കിൻ 1 ഉം 2 ഒക്കെ പ്രൊലിഫറേഷൻ ഓഫ് T ലിംഫോസൈറ്റ്സിനെ പ്രൊലിഫറേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർഫെറോൺ ഗാമ ആണെങ്കിൽ ആക്ടിവേഷൻ ഓഫ് മാക്രോഫേജസ് ചെയ്യുന്നുണ്ട്. TNF ആൽഫ ആണെങ്കിൽ പ്രൊമോട്ട് ഫൈബ്രോബ്ലാസ്റ്റ് പ്രൊലിഫറേഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ആക്ടിവേറ്റ് ദ എൻഡോത്തീലിയം. ബ്ലഡ് വെസൽസിന്റെ എൻഡോത്തീലിയം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ പുതിയതായിട്ട് ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് ഓൾസോ റിലീസ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. TGF ബീറ്റ, അത് ഗ്രോത്ത് ഫാക്ടേഴ്സ്. ദെൻ പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് എല്ലാം ഈ ഫൈബ്രോബ്ലാസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് ഈ ഒരു ഗ്രാനുലോമ ഉണ്ടാകുന്നത്. നമുക്ക് സിസ്റ്റമിക് എഫക്ട്സ് ഓഫ് ഇൻഫ്ലമേഷൻ പറഞ്ഞിട്ട്, ക്രോണിക് ഇൻഫ്ലമേഷന്റെ സിസ്റ്റമിക് എഫക്ട്സ് പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാനുലോമ ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജാൻ സെൽസ് നമുക്ക് പറയാം. സോ ഒന്ന് ഫീവർ ആണ്, പനി ഉണ്ടായിരിക്കും. കടുത്ത പനി ആയിരിക്കണമെന്നില്ല, പതിയെ പതിയുള്ള പനിയാണ്. ആൻഡ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് TNF ആൻഡ് ഇന്റർലൂക്കിൻ 1 മൂലമാണ് മൈൽഡ് ഫീവർ ഉണ്ടാകുക. വിത്ത് ലോസ് ഓഫ് വെയിറ്റ് ഒക്കെ കുറയുന്നുണ്ട്. 2 അനീമിയ ഉണ്ടാകാം, വിളർച്ച ഉണ്ടാകാം, ജനറൽ വീക്ക്നെസ് ഉണ്ടാകാം. ദെൻ 3 ല്യൂക്കോസൈറ്റോസിസ് ആണ്. ല്യൂക്കോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഏത് ബ്ലഡ് സെൽസ് ആയിരിക്കും കൂടുതൽ എന്ന് ചോദിച്ചാൽ ലിംഫോസൈറ്റ്സിന്റെ എണ്ണമാണ് കൂടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിംഫോസൈറ്റ്സിന്റെ കൗണ്ട് ആണ് ക്രോണിക് ഇൻഫ്ലമേഷനിൽ ധാരാളമായിട്ട് കൂടുന്നത്. ദെൻ 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടൈപ്പ് 4 റിയാക്ഷൻസ് ഉണ്ടാകുമെന്നും പറഞ്ഞു. ക്രോണിക് ഇൻഫ്ലമേറ്ററി പ്രോസസ് ആണ്. അപ്പോഴത്തേക്കും ESR കൂടും, അല്ലെ, ഇൻക്രീസ്ഡ് ESR നമുക്ക് കാണാൻ പറ്റും. ദെൻ 5ാമത്തത് ലോങ് ടേം ക്രോണിക് സിസ്റ്റമിക് ടൈപ്പ് ഓഫ് സുപ്പറേറ്റീവ് ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻ ഒക്കെ ആണെങ്കിൽ സെക്കൻഡറി സിസ്റ്റമിക് അമൈലോയിഡോസിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇതാണ് ക്രോണിക് ഇൻഫ്ലമേറ്ററി പ്രോസസ്. ഇനി നമുക്ക് പറയേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജാൻ സെൽസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം. ജാൻ സെൽസ് പല രൂപത്തിലുണ്ടാകാം. ഒന്ന് ഫോറിൻ ബോഡി ജാൻ സെൽ. ഫോറിൻ ബോഡി ജാൻ സെൽസ് ടാൽക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റോ ഒക്കെ അകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ജാൻ സെൽസ് നോക്കി കഴിഞ്ഞാൽ അത് ഏകദേശം ഇങ്ങനെയാണ്. നമ്മൾ പറഞ്ഞു ജാൻ സെൽസ് ആർ എപ്പിത്തീലിയോയിഡ് സെൽസിന്റെ ഫ്യൂസ് ചെയ്തുണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതിനകത്ത് ന്യൂക്ലിയസ് ഇങ്ങനെ 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 കിടക്കുകയായിരിക്കും. സോ അത് നമുക്കൊരു കൃത്യമായിട്ട് അറേഞ്ച്മെന്റ് ഒന്നുമില്ല. ഹാഫ് ഹസാർഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാ. ന്യൂക്ലിയസ് ആർ സ്കാറ്റേർഡ് എവരിവേർ റാൻഡംലി ഇൻ ദ സൈറ്റോപ്ലാസം. ഇതാണ് ഫോറിൻ ബോഡി ജാൻ സെൽ. മറ്റൊരു ടൈപ്പ് ജാൻ സെൽ ഈസ് ലാങ്ഹാൻസ് ആണ്. ലാങ്ഹാൻസ് ജാൻ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 രീതിയിൽ കാണാം. ഇപ്പൊ ഇതാണ് ജാൻ സെൽ എങ്കിൽ ദാ ഇങ്ങനെ 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 ഇങ്ങനെ
രണ്ട് പൂളിലായിട്ട് അറേഞ്ച് ചെയ്ത് കാണാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കാണാവുന്നത് ഇങ്ങനെ ഒരു ഹോഴ്സ് ഷൂ ഷേപ്പ്, ന്യൂക്ലിയസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായി. സോ ഇത് ആണ് വേറെ ടൈപ്പ്. സോ ക്ലസ്റ്റേർഡ് അറ്റ് പോൾ ഓർ ഹോഴ്സ് ഷൂ ടൈപ്പ്. ടി ബിയിലൊക്കെ ചിലപ്പോൾ ഇത് കാണാം. ദെൻ മൂന്നാമത്തത് ടോട്ടൺ ആണ്, TOUTON. ടൗട്ടൺ ജാൻ സെൽസ്. ഇത് ന്യൂക്ലിയസ് നടുവിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ന്യൂക്ലിയസ് ഇങ്ങനെ നടുവിൽ ഒരു വട്ടം പോലെ ഇങ്ങനെ ഇരിക്കുകയായി. ആൻഡ് എന്റെ ഒരു പ്രത്യേകത ഇവിടെ വാക്യുലേറ്റഡ് സൈറ്റോപ്ലാസമാണ്. ഉദാഹരണം സാന്തോമൈൽ. ഇനി മീസിൽസിൽ അതിന്റെ കോപ്ലിക് സ്പോട്ട് എന്നാണല്ലോ പറയാം. കോപ്ലിക് സ്പോട്ടിൽ നമുക്ക് കുറെ ഇൻട്രാ ന്യൂക്ലിയർ ഇൻക്ലൂഷൻസ് ഉള്ള ഒരു ജാൻ സെൽസ് കാണാം. അതിന്റെ പേര് വാർത്തിൻ ഫിങ്കിൾ ഡേ ജാൻ സെൽസ്. ദെൻ ഹൃദയത്തിലുണ്ട് അഷ്ചോഫ് ജാൻ സെൽസ് അല്ലെ. അത് അക്യൂട്ട് റുമാറ്റിക് ഫീവറിലൊക്കെ കാണുന്നതാണ്. ദെൻ ഫിസിയോളജിക്കലി ദർ ആർ ജാൻ സെൽസ്. ജാൻ സെൽസ് ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഓസ്റ്റിയോക്ലാസ്റ്റ്. നമ്മൾ ജാൻ സെൽസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ബോൺ മാരോയില് മാരോയിലുള്ള മെഗാകാരിയോസൈറ്റ്സും ഒരു ജാൻ സെൽസ് ആണ്. ദെൻ ട്യൂമർ ജാൻ സെൽസ് ഉണ്ട്. ഇപ്പൊ റെഡ് സ്റ്റീൻബർഗ് സെൽസ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഹോഡ്സ്കിൻ ലിംഫോമയിൽ. നമുക്ക് അതിപ്പോ തൽക്കാലം ഇവിടെ പറയുന്നില്ല. ഇവിടെ ഓൾ ഷേപ്ഡ് ഒരു പിങ്ക് കളറിലുള്ള ഓൾ ഷേപ്ഡ് ന്യൂക്ലിയൈക്ക് ഉള്ളതാണ് ഈ റെഡ് സ്റ്റീൻബർഗ് സെൽസ്. ഇനി ഇൻഫെക്ഷ്യസ് ഗ്രാനുലോമയിൽ ഒരു ബ്രാഞ്ച്ഡ് ആസ്റ്ററോയിഡ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഷേപ്പ് ഗ്രാനുലോമ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുക സ്റ്റെല്ലൈറ്റ് ഗ്രാനുലോമ എന്നാണ്. സ്റ്റെല്ലൈറ്റ് ഗ്രാനുലോമ കാണുന്നത് കാറ്റ് സ്ക്രാച്ച് ഡിസീസ് ആണ്. ബൈ ബർട്ടോണല്ല. ദെൻ ലിംഫോ ഗ്രാനുലോമ വെനേറത്തിൽ നമുക്ക് കാണാം. ആൻഡ് ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ ഉള്ളിൽ ന്യൂട്രോഫിൽ കൂടി ഉണ്ടെന്നാണ്. സാധാരണ ന്യൂട്രോഫിൽ ക്രോണിക് ഇൻഫ്ലമേഷനിൽ കാണാറില്ല, പക്ഷെ ഇവിടെ ഉണ്ട്. ദെൻ ക്യൂ ഫീവറിലെ ഒരു റിംഗ് ഓർ ഡോണറ്റ് ഷേപ്ഡ് ഗ്രാനുലോമയാണ്. ക്യൂ ഫീവർ ഉണ്ടാക്കുന്നത് കോയാക്സില്ലയാണ് നമുക്കറിയാം. ദെൻ ഡർക്ക് ഗ്രാനുലോമ ഉണ്ട്. അത് സെറിബ്രൽ മലേറിയയിലാണ് നമ്മൾ കാണുക. ദെൻ നോൺ ഇൻഫെക്ഷ്യസ് ഗ്രാനുലോമ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സീൻ ഇൻ സാർക്കോയിഡോസിസിൽ നമുക്ക് നോൺ ഇൻഫെക്ഷ്യസ് ഗ്രാനുലോമ കാണാം. ദെൻ വാസ്കുലൈറ്റിസ് ലൈക്ക് ടെമ്പറൽ ആർട്ടറൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ. ദെൻ ക്രോൺസ് ഡിസീസിലും നമുക്ക് കാണാവുന്നത് നോൺ ഇൻഫെക്ഷ്യസ് ഗ്രാനുലോമ ടൈപ്പ്. ദെൻ സാർക്കോയിഡോസിസിൽ ഈ ഗ്രാനുലോമ നമുക്ക് നെയ്ക്കഡ് ഗ്രാനുലോമ എന്ന് വിളിക്കാറുണ്ട്. ഇത് വിളിക്കാൻ കാരണം ആ റിം ഓഫ് ലിംഫോസൈറ്റിന്റെ റിം കോളർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് ഇതിനകത്തില്ല സാർക്കോയിഡോസിസിൽ. സോ അതുകൊണ്ട് നെയ്ക്കഡ് ഗ്രാനുലോമ എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ഫൈനലി ഗ്രാനുലോമ ഉണ്ടാകുന്ന ഓർഗാനിസംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ബാക്ടീരിയ ആണെങ്കിൽ TB ഉണ്ടാക്കാം, ലെപ്രസി ഉണ്ടാക്കാം, സിഫിലിസ് ഉണ്ടാക്കാം, ഡോണോവാനിസ് ഉണ്ടാക്കാം, ബ്രൂസെല്ലോസിസ് ഉണ്ടാക്കാം, കാറ്റ് സ്ക്രാച്ച് ഡിസീസ് നമ്മൾ പറഞ്ഞു, ടൂളറീമിയ ഉണ്ടാക്കാം. ഓക്കെ, വയലിൻ ഫംഗസ് നമുക്ക് ആക്ടിനോമൈസെറ്റസ് ഉണ്ടാക്കാം, ബ്ലാസ്റ്റോമൈസെറ്റസ് ഉണ്ടാക്കാം, കോക്സിഡിയാസ് ഉണ്ടാക്കാം, കോക്സിഡിയോ എഡോമൈക്കോസിസ് ഉണ്ടാക്കാം. ദെൻ പാരസൈറ്റ്സ് ആണെങ്കിൽ ഷിസ്റ്റോസോമിയാസിസ്, ഷിസ്റ്റോയില് മാൻസോണിയ ഓർ ജപ്പാനിക് ഒക്കെ ഉണ്ടാക്കാം. ദെൻ പിന്നെ അല്ലാത്ത നമ്മൾ പറഞ്ഞത് സാർക്കോയിഡോസിസ് ആണ്. ദെൻ ക്രോൺസ് ഡിസീസ് നമ്മൾ പറഞ്ഞു. ദെൻ സിലിക്കോസിസ് നമുക്ക് പറയാം. ദെൻ ഫോറിൻ ബോഡി. സോ ഇതൊക്കെയാണ് ഗ്രാനുലോമ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ അബൌട്ട് ക്രോണിക് ഇൻഫ്ലമേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.